നിങ്ങൾ ആരെങ്കിലും COVID-19 ആസ്ട്രാസെനിക്ക വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം. COVID-19 ആസ്ട്രാസെനിക്ക വാക്സിൻ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചു എന്നുള്ള വാർത്ത ഇന്നലെയാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം പല വാർത്തകളും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? 2024 മെയ് 7-ാം തീയതിയാണ് ആസ്ട്രാസെനിക്ക വാക്സിൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുന്നത്. 2024 മാർച്ച് മാസത്തിൽ തന്നെ ആസ്ട്രാസെനിക്ക കമ്പനി ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാക്സിൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കണം എന്നുള്ളത്. അതിനുള്ള കാരണം അവർ പറയുന്നത് ഇത് പുതിയ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയ വാക്സിൻ പിൻവലിക്കുന്നത്. കാരണം ഇപ്പോൾ ഉള്ള വാക്സിൻ 2021 സമയത്ത് കോവിഡ് പീക്കുള്ള സമയത്ത് ഉണ്ടാക്കിയ വാക്സിനാണ്. ആ സമയത്ത് 3 തരത്തിലുള്ള വാക്സിൻസ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫൈസർ, അതുപോലെ മെഡോണ, പിന്നെ ആസ്ട്രാസെനിക്ക. ഈ ഫൈസറും മെഡോണയും mRNA വാക്സിനാണ്. എന്നാൽ ആസ്ട്രാസെനിക്ക വാക്സിൻ അത് മോഡിഫൈഡ് വെക്ടർ വാക്സിനാണ്. അതിൽ വൈറസിനെ തന്നെ നിർവീര്യമാക്കിയിട്ടാണ് നമുക്ക് തന്നിരുന്നത്. അത് ഇപ്പോൾ ഉള്ള COVID-19 പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവർ മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചിട്ടുള്ളത്. പിന്നെ ആസ്ട്രാസെനിക്കയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ 2021 തന്നെ ആസ്ട്രാസെനിക്ക കമ്പനി അംഗീകരിച്ച കാര്യമാണ്. ഏകദേശം 10 മില്യൺ ആളുകൾ വാക്സിൻ എടുത്തപ്പോൾ അതിൽ 66 പേർക്ക് വീനസ് ക്ലോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 മില്യൺ കോവിഡ് ഇൻഫെക്ഷൻ വന്ന ആൾക്കാർക്ക് 12,600ഓളം ആൾക്കാർക്ക് ഇതേ അസുഖം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് ഇൻഫെക്ഷൻ വന്ന ആൾക്കാർക്ക് സംഭവിച്ച ഇതേ ക്ലോട്ടിങ്ങിനേക്കാളും എത്രയോ കുറവാണ് വാക്സിൻ എടുത്ത ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ള ക്ലോട്ടിങ്. ഇത് ക്ലോട്ടിങ് ഡയറക്റ്റ് സംഭവിക്കുന്നതല്ല. ചില ആൾക്കാർക്ക് ക്ലോട്ടിങ് ട്രിഗർ ചെയ്യാൻ ഈ വാക്സിൻ ബ്ലഡിലേക്ക് എത്തുന്നത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. ഇത് 2021 നടന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല.